എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ട്രാക്ക് ആൻഡ് ട്രിക്സ് മലയാളം. നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ സപ്ലിക്ക് പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആൻഡ് കൺസെപ്റ്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ട്രൈ ചെയ്യുക. 2024 KTU പബ്ലിഷ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കുക. സീരീസ് 1 and 2 നിങ്ങളെ കോളേജ് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കുക. പിന്നെ ഡിസംബർ 2024 യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 2024 സ്കീമിലുള്ള മൊഡ്യൂളിലും കഴിഞ്ഞ വർഷത്തെ സ്കീമിലെ മൊഡ്യൂളിലും സെയിം ആയിട്ടുള്ള മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അത് നോക്കി കണ്ടുപിടിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്ന് വെച്ചാൽ D'Alembert's പ്രിൻസിപ്പിൾ, അത് 90% വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ മോഷൻ ഓഫ് എ ലിഫ്റ്റിൻ്റെ മോഷൻ ഓഫ് എ ലിഫ്റ്റിൻ്റെ എല്ലാ കേസസും പഠിക്കുക. പിന്നെ പ്രോബ്ലം ക്വസ്റ്റ്യൻ, മോഷൻ ഓഫ് എ കണക്റ്റഡ് ബോഡീസിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ പഠിക്കുക. ആ ഒരു ക്വസ്റ്റ്യനിൽ കണക്റ്റഡ് ബോഡീസിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തിരിയും. പിന്നെ ഡിറ്റർമൈൻ ദ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ പീരിയോഡിക് മോഷൻ എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്, അത് എന്തായാലും വരും ആ ക്വസ്റ്റ്യൻ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ്, അതിൻ്റെ 3 മാർക്കിനൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ് വരാറുണ്ട്. ഫ്രീ വൈബ്രേഷൻ എന്താണ്, പിന്നെ വിത്ത് എക്സാമ്പിൾ പഠിക്കണം. ക്വസ്റ്റ്യൻ ഫ്രം സ്റ്റിഫ്നെസ് ഓഫ് എ സ്പ്രിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് പലതവണ വന്നിട്ടുള്ളതാണ്, എന്തായാലും വരും, അത് ഉറപ്പാണ്. അത് പഠിക്കുക. അതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റിഫ്നെസ് ഓഫ് എ സ്പ്രിങ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി വരെ 90% ചാൻസ് ഉണ്ട്. പിന്നെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണ്, ആംഗിൾ ഓഫ് റീപോസ് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ട് 3 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റീപോസ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ പഠിക്കുക. പിന്നെ വാരിഗ്നൻസ് തിയറം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പാരലൽ ആക്സിസ് തിയറം പഠിക്കുക. അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് പഠിച്ചു നോക്കുക. പിന്നെ ഫൈൻഡ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 5 കറക്റ്റായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പഠിക്കാൻ പറഞ്ഞത്. അതുകൂടാതെ മാക്സിമം നിങ്ങൾ 2 മൊഡ്യൂളെങ്കിലും കംപ്ലീറ്റ് പഠിക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ടോപ്പിക്സ് ഒക്കെ പഠിക്കുക. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സീരീസ് ക്വസ്റ്റ്യൻ പേപ്പർ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ട്രൈ ചെയ്യുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.